എല്ലാ പാവവാരും അങ്ങയിലേക്കാണ് വരുന്നത്. പാർട്ടി പറയുകയാണ് എൻ്റെ കാരണം കൊണ്ടാണ് സംഘടന പറയുന്നത്, ഞാൻ കാരണമാണ് ഇതിൽ പരാജയപ്പെട്ടതെന്ന് സംഘടന പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ വരുത്തേണ്ട തെറ്റുകൾ എന്താണ് തെറ്റുകൾ എൻ്റെ ഭാഗത്ത് സംഭവിച്ചത് അത് തിരുത്താൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് ആരുടെയും റെക്കമെൻഡേഷൻ നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മലമ്പുഴയിൽ മത്സരിച്ച ആളാണ്. അവിടെ തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ കൃഷ്ണകുമാർ മത്സരിക്കുന്നതാണ്. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടുത്തെ പൊതുരംഗത്തുള്ള ആളാണ്. നിങ്ങളാണ് പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതെന്നുള്ളത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിച്ച ആളാണ്. ഇവിടെ CPM കാലാകാലങ്ങളായി ജയിച്ച വാർഡിൽ BJPക്ക് ഒരു ബേസും ഇല്ലാത്ത വാർഡിൽ ഞാൻ ജയിക്കുന്നു. 2010 CPM 30 വർഷമായിട്ട് ജയിച്ച വാർഡിൽ പോയി ഞാൻ ജയിക്കുന്നു. 2015 കോൺഗ്രസിൻ്റെ അന്നത്തെ നഗരസഭാ ചെയർമാനെ പരാജയപ്പെടുത്തി കോൺഗ്രസിൻ്റെ വാർഡ് പിടിച്ചെടുക്കുന്നു. ഞാൻ പറയും, ഈ ആരോപണം ഉന്നയിച്ച സന്ദീപ് തച്ചനാട്ടുകരിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഇതുവരെ ജയിപ്പിച്ചിട്ടുണ്ടോ? ഒരു പഞ്ചായത്ത് മെമ്പറെ ജയിപ്പിക്കട്ടെ. അയാൾ മത്സരിക്കുന്നില്ല. അയാൾ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ഇത്രയേറെ ജനകീയനാണല്ലോ, പൊതുകാര്യങ്ങൾ ഇടപെടണമല്ലോ. എന്തുകൊണ്ട് തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല? ഇപ്പോഴല്ലേ സംസ്ഥാന നേതാവായാലും. ഇപ്പോൾ അദ്ദേഹം പോയ പ്രസ്ഥാനത്തിലേക്ക് എന്തുകൊണ്ട് പോയെന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതാണല്ലോ ഒരു സാധാരണ പ്രവർത്തകൻ പോയോ? ആ പഞ്ചായത്തിലെ ഒരാളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇത്രയേറെ സ്വാധീനമുള്ള വ്യക്തിയാണല്ലോ. ചെത്തലൂർ പഞ്ചായത്തിലെ ഒരു പ്രവർത്തകൻ എൻ്റെ കൂടെ കോൺഗ്രസ് ചേർന്നു പറഞ്ഞിട്ട് ഷാൾ ഇട്ട് കണ്ടു നമ്മളാരെങ്കിലും? ഇല്ലല്ലോ. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുകയാണ്, സന്ദീപ് വാര്യർ വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വിജയം എന്ന് കോൺഗ്രസിൻ്റെ VK ശ്രീകണ്ഠൻ, തങ്കപ്പൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ പറയട്ടെ. സന്ദീപിന് വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഓക്കെ. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ന്യായങ്ങളുണ്ട്. തീർച്ചയായും തോൽവി അംഗീകരിക്കുന്നു. അത് തൻ്റെ കുറ്റമാണെങ്കിൽ താൻ അത് ഏറ്റെടുക്കുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. വിജേഷ് പൂർവാശ്ശേരിക്കൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.